ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് അവൾ വളർന്നു. ഇതിൽ കൂടുതൽ മമ്മിക്ക് അഭിമാനിക്കാൻ വേണ്ടി അവൾ എന്താ ചെയ്തു തരേണ്ടത്? മാം, ശാപമാണ്. അവൾക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ബലി കൊടുക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ ശാപം. എന്താ മോളെ അവള് നിന്നോട് പറഞ്ഞേ? പേടിപ്പിച്ചോ നിന്നെ? ഒരാളും മോളെ ഒന്നും ചെയ്യില്ല. കാവലായിട്ട് ഞാനിവിടെ ഉണ്ടാവും. സോറി സർ. എന്തോന്ന് സോറി? അനുഭവത്തിന്റെ കുറവുണ്ട് നിങ്ങൾക്ക്. പക്ഷെ അനുഭവത്തിന്റെ തീയിൽ നിന്നാ ഞാൻ ഓരോരുത്തരെ മനസ്സിലാക്കുന്നതും അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും. മോളെ മോൾ ഉറങ്ങിക്കോ. നേരെ ഒരുപാടെ. ആരാ മോളെ? മോളിക്കുട്ടിയാ. ഹലോ മോളിക്കുട്ടി. ഇവിടെ ഒരുപാട് സംഭവ പരമ്പരകളൊക്കെ ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുക. എന്താ പറ്റിയേ? ഗാഥയുടെ അടുത്ത് സിത്താര മാഡം വന്നിരുന്നു. സിത്താര മാഡത്തിന് ആരാ വിളിച്ചേ? ആ, ഗാഥ തന്നെ. പാത്തും പതുങ്ങിയ ഗാഥയുടെ മുറിയിലേക്ക് വന്ന് കയറിയത്. പക്ഷേ ഗാഥയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അനിയൻ സാറ് കയറി വന്നു. എന്റെ കൃഷ്ണേ, ഇത്രയും അഹങ്കാരിയായ സിത്താര മാഡം തല താഴ്ത്തി ഓച്ചാനിച്ച് നിൽക്കുന്നത് കണ്ടിട്ടേ എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. എന്നിട്ടെന്താ, അനിയൻ സാർ ഒരു പ്രകടനം തന്നെ അങ്ങ് നടത്തി. സിത്താര മാഡം കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ചതാണ്, അത് നടക്കാതെ വന്നപ്പോ വിശേഷം അന്വേഷിക്കാൻ വന്ന രീതിയിൽ കയറിയതാണെന്നൊക്കെ. പിന്നെ സിത്താര മാഡത്തിന്റെ സ്വന്തം മോളല്ലേ കിടക്കുന്നത്. അല്ലെങ്കിൽ അവള് മിണ്ടുമ്പോഴേക്കേ ഞാൻ ഗാഥാ ശ്രീനിവാസാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ. ഒരു വാക്ക് അവള് മിണ്ടിയില്ല. സിത്താര മാഡവും മിണ്ടിയില്ല. അവസാനം നാണം കെട്ട് ഇറങ്ങിപ്പോയി. ആ, അങ്ങനെ തന്നെയാ വേണ്ടത്. എന്നിട്ട് ഇപ്പോഴെങ്കിലും അവൾ അടങ്ങി ഒതുങ്ങി കിടക്കുന്നുണ്ടോ മോളിക്കുട്ടി? ആ, എവിടെ, അവളുടെ അഹങ്കാരം അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ലല്ലോ. ആ, മിക്കവാറും അത് തീർക്കാനുള്ള യോഗം എനിക്കായിരിക്കും സുനന്ദേച്ചി. പിന്നെ കൃഷ്ണേ, വേറൊരു കാര്യമുണ്ട്. അതെന്താ? നിന്നെ മകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും നിന്നോട് സിത്താര മാഡത്തിന് സ്നേഹമൊക്കെ ഉണ്ട്. നിന്നെ ആക്രമിക്കാൻ ഗാഥ വന്നെന്നും പറഞ്ഞ് സിത്താര മാഡമേ ഗാഥയെ തല്ലി. അപ്പൊ പിന്നെ അതെന്തായാലും അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയല്ലേ. മക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെ നേരെ ചൊവ്വെ ഉപദേശിച്ച് വേണം വളർത്താൻ. അല്ലെങ്കിലേ ഇങ്ങനൊക്കെ അനുഭവിക്കേണ്ടി വരും. അതാ സിത്താര മാഡം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗാഥയെ രക്ഷിക്കാൻ സിത്താര മാഡം ഇനി എന്താ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. അനിയൻ സാറിന്റെ മുന്നിൽ നിന്ന് എന്തായാലും ഗാഥയെ കൊണ്ടുപോകുന്നത് നടക്കുന്ന കാര്യമല്ല. അനിയൻ സാറിനെ സംബന്ധിച്ച് നീയല്ലേ സുഖമില്ലാതെ കിടക്കുന്നത്. മോളിക്കുട്ടി, ഗാഥയുടെ നാവിന്ന് പോലും അച്ഛൻ അറിയുന്ന രീതിയിൽ ഒന്നും പുറത്തു വരാൻ പാടില്ല. അത് നീ ശ്രദ്ധിച്ചോളണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നിന്നെ വിളിക്കുകയും ചെയ്യാം. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ? അവളെ തനിച്ചങ്ങനെ വിടാൻ പറ്റില്ല. ശരി. ശരി. ഇനി അനിയ സാറിന്റെ മുമ്പിൽ നാണം കെട്ട് എന്റെ പ്രതികാരമായി ഇറങ്ങിത്തിരിക്കൂ സിത്താര മാഡം. അവരാരോട് വേണമെങ്കിലും പ്രതികാരം ചെയ്തോട്ടെ. കൃഷ്ണമോളെ തൊടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാ എന്റെ തനി സ്വഭാവം ഞാൻ എടുക്കും. സുനന്ദേ, ചിലപ്പോ ഒരു 5-10 കൊല്ലം ഞാൻ ഏതെങ്കിലും ജയിലിൽ പോയി കിടന്നു വരും. നമ്മുടെ കൃഷ്ണമോളെ ദ്രോഹിക്കാൻ വരുന്ന ആളെ കൊന്നിട്ട്. എന്നാലും സിത്താര മാഡത്തിന്റെ അവസ്ഥ കഷ്ടാണ്. സ്വന്തം മോള് സുഖമില്ലാതെ കിടക്കുമ്പോ ഒന്ന് കൂടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഗാഥയെ മാഡത്തിന് ഒരുപാട് ഇഷ്ടാണ്. അവക്കേണ്ടി മാത്രമാണ് സിത്താര മാഡം ജീവിക്കുന്നത് തന്നെ. നീയും അവരുടെ മോളല്ലേ? ആ വാർത്ത കേട്ടപ്പോ അവരെന്താ പറഞ്ഞേ? തങ്കേച്ചി കള്ളം പറയാണെന്നല്ലേ?
പ്രസവിച്ച മകളെ തള്ളിക്കളയുമ്പോ ദൈവം എന്തെങ്കിലും ഒരു വേദന കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണെന്ന് കരുതിയാൽ മതി. ദേ മോളെ, ഇനി സിത്താര മേഡത്തിന്റെ സങ്കടം ആലോചിച്ച് നീ ഇവിടെ കരയാൻ നിൽക്കണ്ട. കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവർക്ക് വേണ്ടി ഉറക്കം കളയുന്നതിൽ ഒരു കാര്യവുമില്ല. മാം, എന്റെ മകൾ മറ്റെല്ലാവരുടെയും മുകളിലായിരിക്കണമെന്ന് ഞാൻ കരുതി. ഗാഥാ ശ്രീനിവാസിനൊപ്പം എത്തുന്നവരാരും ഉണ്ടാവരുതെന്ന് ഞാൻ വിചാരിച്ചു. ആഗ്രഹങ്ങൾ നടത്തിക്കൊടുത്തു. കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കാനായിട്ട് ഞാൻ അവളെ പ്രേരിപ്പിച്ചു. ആരോടൊക്കെയുള്ള വാശിയിൽ അവളെ വളർത്തി വലുതാക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു സിനി അവളുടെ വളർച്ച ഇങ്ങനെയൊക്കെയായി പോകുന്നു. ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് അവൾ വളർന്നു. ഇതിൽ കൂടുതൽ മമ്മിക്ക് അഭിമാനിക്കാൻ വേണ്ടി അവൾ എന്താ ചെയ്തു തരേണ്ടത്? മാം, ശാപമാണ്. അവൾക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ബലി കൊടുക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ ശാപം. എത്ര തവണ കൃഷ്ണ കരഞ്ഞ് കാല് പിടിച്ചു. പക്ഷെ ഗാഥമോളോടുള്ള അമിത വാത്സല്യം കാരണം ഞാൻ സമ്മതിച്ചില്ല. അവളെയും അവളെ സ്നേഹിക്കുന്നവരുടെയും ജീവന് തന്നെ ഞാൻ വില പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. മരിക്കുമെന്നറിഞ്ഞിട്ടും ആ നാഗത്തറയിലേക്കും ആ നാഗക്കളത്തിലേക്കും ഞാൻ അവളെ പറഞ്ഞു വിട്ടു. അവൾ എന്നോട് പൊറുക്കുമായിരിക്കും, പക്ഷെ ദൈവം പൊറുക്കില്ല സിനി. അതിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. സിതാര ശ്രീനിവാസനെല്ലാം ഉണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്. പക്ഷേ സ്വന്തം മകൾക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അടുത്തിരുന്നൊന്ന് പരിചരിക്കാനുള്ള അവകാശമില്ല, യോഗമില്ല. മാം, ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃഷ്ണ പറഞ്ഞതുപോലെ മനസ്സിലെ സങ്കടങ്ങൾ ഒതുക്കി കഴിയാനേ പറ്റൂ. കൃഷ്ണ ഒരു വഴി കണ്ടുപിടിക്കും മാം. ഗോപാലൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാലും കൃഷ്ണയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല. അവളെ സഹായിക്കും. സഹായിക്കുമായിരിക്കും.